ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളത്തുള്ള മംഗളവനം ബേർഡ് സാങ്ച്വറിയിലാണ് കേട്ടോ. നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ നേരെ പുറകിലുള്ള വഴിക്കടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ബേർഡ് സാങ്ച്വറിയിൽ എത്താൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് നമുക്ക് അകത്തേക്ക് പോയിട്ട് കാണാം. എറണാകുളത്ത് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയപ്പോൾ റാൻഡംലി വിസിറ്റ് ചെയ്തതായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ. എറണാകുളം പോലൊരു സിറ്റിയുടെ സെൻറ്ററിൽ 7 ഏക്കറോളം വരുന്ന ഒരു കാട്, ബേർഡ് സാങ്ച്വറി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നില്ലേ? ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തത്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്പേസ് ഒന്നും അവിടെ ഇല്ല കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടി സൈഡിലൊക്കെ ഒതുക്കിയിട്ടിട്ട് അകത്തേക്ക് കയറി പോകാവുന്നതാണ്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് അവിടെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സിൻ്റെയും ബട്ടർഫ്ലൈസിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ ബോർഡിൽ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ടൈമിംഗ് വരുന്നത് 10 AM ടു ഈവനിങ് 5 PM ആയിരുന്നു കേട്ടോ. സാധാരണ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ ക്യാഷ് ആയിരിക്കും കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. ഗൂഗിൾ പേ ഉള്ളിന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 10 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ് വന്നത്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് മെയിനായിട്ടും കാണാൻ പറ്റുന്നത് മംഗളവനത്തിനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അവിടുത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളെല്ലാം ഇതുപോലെ ഡിഫറെൻറ്റ് ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ഗാർഡൻ വരുന്നുണ്ട്. പിന്നെ നാൽപ്പാമരത്തിൽ വരുന്ന അത്തി, ഇത്തി, പേരാൽ, അരയാൽ ഈ വൃക്ഷങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ മരത്തിൻ്റെ താഴെയുള്ള ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുദ്ധ സ്റ്റാച്ചു ആയിരുന്നു. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ മംഗളവനത്തിൻ്റെ ഫുൾ ഒരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റിയേനെ. പക്ഷെ അവിടെ നോ എൻട്രി എന്ന് എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് ആർക്കും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ മെയിനായിട്ട് കുറച്ച് വൃക്ഷങ്ങളും ചെടികളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഞ്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചില സ്ഥലങ്ങളിലെല്ലാവരും ഇതുപോലെ കൊക്കിൻ്റെയും തവളയുടെയും എല്ലാം സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഓഫീസോ മറ്റോ ആണ് കേട്ടോ. നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയായിട്ട് ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതെന്തോ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലത്തെ സെറ്റപ്പാണ്. പക്ഷെ ഓപ്പൺ ആയിരുന്നില്ല. കണ്ടിട്ടിപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ടും തോന്നിയില്ല. അതിനോട് ചേർന്ന് തന്നെ ഒരു നക്ഷത്രവനം ഉണ്ടായിരുന്നു. നക്ഷത്രവനം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഓരോ നക്ഷത്രത്തിനും വരുന്ന മരങ്ങൾ ഇതുപോലെ ഓരോ ചട്ടിയിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് അവിടെയുള്ള കണ്ടൽ ചെടികളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. 6 ടൈപ്പിലുള്ള കണ്ടൽ ചെടികളുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 7 ഏക്കറിലോളം ആയിട്ടാണ് കേട്ടോ ഈ മംഗളവനം ഇവിടെ ഉള്ളത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാനുള്ളത് ഇതുപോലെ ചതുപ്പും കണ്ടൽക്കാടുകളും മാത്രമാണ് കേട്ടോ ഉള്ളൂ. നമ്മളിതുവരെ നടന്നതിൽ അത് മാത്രമാണ് കണ്ടോളൂ. നമ്മൾ വരുന്ന വഴിക്കും ഇതുപോലെ ബോർഡിലെല്ലാം പല ടൈപ്പിലുള്ള ഈ കണ്ടൽ ചെടികളുണ്ടല്ലോ, അതിൻ്റെ പല വെറൈറ്റി പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങളവിടെ ചെന്നിട്ട് ആകെ കണ്ട ഒരു പക്ഷി ദേ ഈ കാണുന്നതാണ് കേട്ടോ. അവിടെ പല ടൈപ്പിലുള്ള ബേർഡ്സ് ഉണ്ടെന്ന് പറയുന്നത് ഒരു പക്ഷേ സീസൺ അനുസരിച്ചിട്ട് അത് പല സമയത്ത് വന്നു പോകുന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നടന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ദേ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ഗാർഡൻ്റെ ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം നമുക്കൊരു 15 മിനിറ്റോളമൊക്കെ കഷ്ടിതിക്കടെ നടന്ന് കാണാനുള്ള ഒരു സ്പേസ് ആയിട്ടേ ഉള്ളൂ. 7 ഏക്കർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അധികം ഫുൾ നടന്നൊന്നും കാണാൻ പറ്റില്ല. കാരണം കൂടുതൽ സ്ഥലവും ചതുപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെ നടന്ന് ഒരു കാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പം ചെറിയൊരു തണുപ്പൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പക്ഷിയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് അങ്ങനെ അധികം ഒന്നും കണ്ടില്ല. ഒരു പക്ഷിനെ കണ്ടു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും കാടിൻ്റെ ഒരു ഫീലുണ്ട്, കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ട്രാഫിക്കും തിരക്കും വണ്ടിയും കാര്യങ്ങളെല്ലാം ആണല്ലോ. അതിൻ്റെ ഈ തിരക്കിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊരു ശരിക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം കുറച്ച് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിക്കാൻ പറ്റുന്ന, ശുദ്ധവായു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം നമ്മൾ നടന്ന് കയറി വന്നപ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. വന്ന സ്ഥിതിക്ക് 1-2 ഫോട്ടോസ് എങ്കിലും എടുക്കണ്ടേ. അപ്പോൾ ദേ ആ കാണുന്ന സ്ഥലത്ത് കുറച്ച് പേരൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടേക്ക് ഒന്ന് പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് അത്ര സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഫോട്ടോ എടുക്കാൻ പോയി നിന്നതുകൊണ്ട് മാത്രം കണ്ടതാണ് കേട്ടോ ഇത്. അത് ശരിക്കും ഒരു ക്രാബാണ്. പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ക്രാബിനേക്കാളും ഒത്തിരി വലിയ സൈസായിരുന്നു കേട്ടോ ഇതിന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശുദ്ധവായുവൊക്കെ ശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ. കാരണം നമ്മൾ വന്നപ്പോൾ തൊട്ട് ഈ ഓടയെന്നുള്ള സ്മെല്ലും അതുപോലെ തന്നെ ഇത് എവിടെയൊക്കെ നമുക്കിത് കണ്ടോ, ഇതുപോലത്തെ ഫുള്ള് ചതുപ്പും കണ്ടൽക്കാടും ഒക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങടേക്ക് ഉള്ളിലേക്കൊക്കെ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ചെറിയ തണുപ്പും അത്യാവശ്യം ഒരു കാടിൻ്റെ ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇവിടെ. നമുക്കൊരു മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാത്രമായിട്ടൊരു വണ്ടി ട്രിപ്പിനൊന്നും വന്നെന്ന് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിവിടെ ജസ്റ്റ് ഇപ്പോൾ എറണാകുളത്തൊക്കെ ഇങ്ങനെ വന്ന് എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിവിടെ വന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോവാം. ഈ കാണുന്നതാണ് കേട്ടോ ഹൈക്കോർട്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ഹൈക്കോർട്ടിൻ്റെ നേരെ പുറകിലായിട്ടാണ് ഈ മംഗളവനം വരുന്നത്. അപ്പോൾ നമ്മളിത് ബേർഡ് സാങ്ച്വറിയിൽ നിന്ന് കണ്ടിറങ്ങി കേട്ടോ. കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം തട്ടേക്കാട്, കുമരകം ആ ബേർഡ് സാങ്ച്വറി ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്ത് കേട്ടോ. അത് കമ്പയർ ചെയ്ത് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം ഇത് വളരെ നമുക്കൊരു വൺ ഓഫ് ദി സ്മോളസ്റ്റ് ബേർഡ് സാങ്ച്വറി എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് അധികമൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ബേർഡ്സിനെയൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എറണാകുളത്ത് വന്ന് വല്ല ട്രാഫിക്കിലൊക്കെ പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്ന് അവിടേക്ക് ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാം. ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. പിന്നെ തോന്നിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ബേർഡ് സാങ്ച്വറി എന്ന് പറഞ്ഞൊക്കെ അപ്പോൾ അത് കപ്പിൾ സാങ്ച്വറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. കപ്പിൾസിനൊക്കെ കുറച്ചുകൂടി പറ്റിയൊരു ഏരിയ ആണ്. നമ്മൾ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നാലും അവർക്കൊന്നും അധികം എൻജോയ് ചെയ്യാനുണ്ടെന്ന് നമുക്ക് തോന്നിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആകെ 10 മിനിറ്റ് എന്താ അവിടെ സ്പെൻഡ് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയിപ്പം, അതുകൊണ്ട് നമുക്കിനിയും സമയമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇവിടെ അടുത്ത് വേറെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് കരുതുന്നു. ക്വീൻസ് വാക്ക് വേ അല്ലേ ഇവിടെ അടുത്തുള്ളത് അല്ലേ. അപ്പം നല്ല വെയിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് ഓർക്കുന്നു.
വാക്ക് വേയിൽ ഞങ്ങൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെയായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ലൈറ്റിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ അധികം നല്ല ഫോട്ടോസും എടുക്കാൻ പറ്റി. കായലിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൺസെറ്റും കാണാൻ പറ്റി. നമ്മളിതിന് മുന്നേയും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അന്നൊന്നും ഇത്ര സെറ്റപ്പായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വാക്ക് വേയുടെ ഓപ്പോസിറ്റായിട്ട് കുറേ അധികം ഷോപ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാക്ക് വേയുടെ രണ്ട് എൻഡിലും ഇതുപോലെ വൈബായിട്ടുള്ള കുറേ അധികം ഷോപ്സ് ഉണ്ട് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. നൈറ്റ് ആവും തോറും ആംബിയൻസ് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി. പിന്നെ ഓരോ ഷോപ്പിലും പാട്ടൊക്കെ ഇട്ട് പിന്നെ ഒപ്പം ഈ വ്യൂവും കൂടി ആയപ്പോഴത്തേക്കും ഒരു പ്രത്യേക മൂഡ് തന്നെയായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ വാക്ക് വേയുടെ മറ്റൊരു എൻഡ്. അവിടെ ചെറിയ മ്യൂസിക് പരിപാടികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1-2 പാട്ടെല്ലാം കേട്ടിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെയും ഓപ്പോസിറ്റായിട്ട് ഇതുപോലെ കുറേ അധികം ഷോപ്സ് ഉണ്ട് കേട്ടോ. ക്വീൻസ് വാക്ക് വേ ഞാൻ മസ്റ്റായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യൂ കേട്ടോ. കാരണം നമുക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്